നല്ല വിളവ് ലഭിക്കുന്നതിന് ശരിയായ രീതിയിലുള്ള പാടമൊരുക്കൽ അത്യന്താപേക്ഷിതമാണ്. ഇതിൽ പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നു. 1. പഴയ വിളയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ. റിമൂവൽ ഓഫ് ക്രോപ്പ് റെസിഡ്യൂസ്. കഴിഞ്ഞ വിളയുടെ അവശിഷ്ടങ്ങൾ, കളകൾ എന്നിവ പാടത്തുനിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യണം. ഇവ പാടത്തു തന്നെ ഉഴുതു ചേർക്കുന്നത് മണ്ണിന് ജൈവാംശം നൽകാൻ സഹായിക്കും. എന്നാൽ രോഗബാധയുള്ള അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്ത് നശിപ്പിക്കണം. 2. മണ്ണുഴുതൽ, പ്ലവിംഗ്. പാടത്തെ മണ്ണ് കിളച്ചോ ഉഴുതോ മൃദുവാക്കുകയും വായുസഞ്ചാരം ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണിത്. ഇത് കളകളെ നിയന്ത്രിക്കാനും പോഷകങ്ങൾ മണ്ണിൽ താഴാനും സഹായിക്കുന്നു. ഇത് പ്രധാനമായും 2 രീതിയിലുണ്ട്. ഉണങ്ങിയ ഉഴവ്, ഡ്രൈ പ്ലവിംഗ്, ഫസ്റ്റ് പ്ലവിംഗ്. നെൽകൃഷിക്ക് വെള്ളം ലഭിക്കുന്നതിന് മുൻപായി ചെയ്യുന്ന ഉഴവാണിത്. പാടം ഉണങ്ങിയിരിക്കുമ്പോൾ ട്രാക്ടറോ കാളകളോ ഉപയോഗിച്ച് മണ്ണ് ആഴത്തിൽ ഉഴുന്നു. ഇത് മണ്ണിനെ ഇളക്കിവിടാനും മണ്ണിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങൾ പുറത്തുപോകാനും കളകളുടെ വേരുകൾ ഉണങ്ങി നശിക്കാനും സഹായിക്കുന്നു. മണ്ണിലെ കല്ലുകളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ 2 മുതൽ 3 വരെ തവണ വരെ ഉഴവ് നടത്താറുണ്ട്. നനഞ്ഞ ഉഴവ്, ചെളിയുഴവ്, വെറ്റ് പ്ലവിംഗ്, പഡ്ലിംഗ്. പാടത്ത് വെള്ളം കയറ്റിയ ശേഷം ചെയ്യുന്ന ഉഴവാണിത്. ഉണങ്ങിയ ഉഴവ് ചെയ്ത ശേഷം പാടത്ത് 5 മുതൽ 10 വരെ സെന്റിമീറ്റർ വെള്ളം കെട്ടിനിർത്തുന്നു. ഈ വെള്ളത്തിൽ ട്രാക്ടറോ പവർ ടില്ലറോ ഉപയോഗിച്ച് മണ്ണ് നന്നായി ഉഴുതുമറിക്കുന്നു. ഇത് മണ്ണിനെ നന്നായി കലക്കി ചെളി രൂപത്തിലാക്കുന്നു. ലക്ഷ്യങ്ങൾ: കളനിയന്ത്രണം. ചെളി കലയ്ക്കുന്നത് കളകളുടെ വളർച്ചയെ തടയുന്നു. ജലസംരക്ഷണം. മണ്ണ് ചെളിയാകുമ്പോൾ വെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കുറയുന്നു. ഇത് വെള്ളം പാടത്ത് നിലനിർത്താൻ സഹായിക്കുന്നു. പോഷകലഭ്യത. മണ്ണ് കലക്കുന്നത് നെൽച്ചെടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നു. ഞാറ് നടാൻ എളുപ്പം. ചെളിമണ്ണിൽ ഞാറ് നടുന്നത് എളുപ്പമാക്കുന്നു. 3. നിരപ്പാക്കൽ, ലെവലിംഗ്. മണ്ണ് ഉഴുതു ചെളി കലക്കിയ ശേഷം പാടം നിരപ്പാക്കുന്നു. ഇത് പ്രധാനമായും ലെവലർ ഉപയോഗിച്ചോ പരമ്പരാഗതമായി മരപ്പലക ഉപയോഗിച്ചോ ആണ് ചെയ്യുന്നത്. ലക്ഷ്യങ്ങൾ: പാടത്ത് എല്ലായിടത്തും വെള്ളം ഒരുപോലെ കെട്ടിനിർത്താൻ സഹായിക്കുന്നു. കളകളുടെ വളർച്ച നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഞാറ് നടുന്നത് എളുപ്പമാക്കുന്നു. വളങ്ങൾ എല്ലായിടത്തും ഒരുപോലെ എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു. 4. വരമ്പുണ്ടാക്കൽ, ബണ്ടിംഗ്. പാടത്തിനു ചുറ്റും വരമ്പുകൾ കെട്ടിയുണ്ടാക്കുന്നു. ഇത് പാടത്ത് വെള്ളം കെട്ടിനിർത്തുന്നതിനും അധികമുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നതിനും സഹായിക്കുന്നു. വരമ്പുകൾ ബലമുള്ളതാണെന്ന് ഉറപ്പാക്കണം, അല്ലെങ്കിൽ വെള്ളം ഒലിച്ചുപോകാൻ സാധ്യതയുണ്ട്. 5. വെള്ളം നിയന്ത്രിക്കാനുള്ള സൗകര്യം, വാട്ടർ മാനേജ്മെന്റ് ഫെസിലിറ്റീസ്. പാടത്തേക്ക് വെള്ളം എത്തിക്കാനും അധികമുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയാനും ആവശ്യമായ കനാലുകളോ ചാലുകളോ ഉണ്ടായിരിക്കണം. ഇത് നെൽച്ചെടിക്ക് ആവശ്യമായ വെള്ളം കൃത്യസമയത്ത് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. പാടം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മണ്ണ് പരിശോധന നടത്തി മണ്ണിന്റെ ഘടനയും പോഷകങ്ങളുടെ അളവും മനസ്സിലാക്കുന്നത് വളപ്രയോഗം കാര്യക്ഷമമാക്കാൻ സഹായിക്കും. സമയം: കൃഷിരീതി അനുസരിച്ച് പാടം ഒരുക്കുന്നതിന് ശരിയായ സമയം തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ്. കളനിയന്ത്രണം. പാടം ഒരുക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് കളകളെ നിയന്ത്രിക്കുക എന്നതാണ്. ജൈവാംശം. മണ്ണിന്റെ ജൈവാംശം കൂട്ടുന്നതിന് ജൈവവളങ്ങൾ, ചാണകം, കമ്പോസ്റ്റ്, പച്ചിലവളം ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഈ പ്രക്രിയകൾ നെൽകൃഷിക്ക് ആവശ്യമായ അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു.